അപ്പോൾ നമുക്കിന്ന് രുചികരമായ ഒരു കാത്തോരൻ വെച്ചാലോ? പെട്ടെന്നുണ്ടാക്കാം. ഓക്കെ. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുപരിചിതമായ ഒരു വിഭവമാണിന്ന് ഞാൻ കാണിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയില്ലേ, ഏത്തയ്ക്ക. നമ്മുടെ നാടൻ ഏത്തയ്ക്കയാണ്. നമ്മുടെ നാട്ടിൽ പോയപ്പോൾ ഒരു കൊലയൊക്കെ കിട്ടിയപ്പം അതിൻ്റെ നാടൻ ഏത്തയ്ക്ക. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചുരണ്ടിയതേ ഉള്ളൂ, കണ്ടോ. അപ്പം നല്ലൊരു തൊലി കളഞ്ഞില്ല. എന്ന് വെച്ചാൽ നമ്മുടെ നാടൻ വീട്ടിലെ ഏത്തയ്ക്കയാണ്. അതുകൊണ്ട് ഭയങ്കര നല്ല ഗുണമല്ലേ. ഞങ്ങൾ ഇന്നലെ 4 എണ്ണം പുഴുങ്ങി കഴിച്ചു. അപ്പം അത് നല്ലതാണ് കേട്ടോ, നല്ല ഫില്ലിങ്ങാണ്. പത്ത് ഡയബറ്റിക്കാർക്കൊക്കെ നല്ലതാണ്. പിന്നെ നമുക്ക് വണ്ണം കുറയ്ക്കാനുള്ളവർക്കൊക്കെ നല്ലതാണ്. ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ വയറ് നിറയും. അപ്പോൾ ഞാൻ വിചാരിച്ചു തോരൻ വെക്കാം. ഞാൻ ഇതിൻ്റെ ഏത്തയ്ക്ക മെഴുക്കുവരട്ടി ഇട്ടിട്ടുണ്ട്, അതുപോലെ ഏത്തയ്ക്ക വൻപയർ തോരനും ഇട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ പ്ലെയിനായിട്ട് ഇത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷേ ഇങ്ങനെ ഞാൻ വെച്ച് നോക്കിയപ്പോൾ കൊള്ളാം. അപ്പോൾ നിങ്ങളെ ഇവിടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി 3 ഏത്തയ്ക്ക എടുത്തു. ഓക്കെ, നിങ്ങൾക്ക് 3 4 ഒക്കെ എടുക്കാം കേട്ടോ. എടുത്ത് നല്ലോണം കഴുകി ഒക്കെ ഒരു ചെറിയ കറയൊക്കെ ഉണ്ട്, അതെല്ലാം മാറ്റി ഇങ്ങനെ അരിഞ്ഞ് വെച്ചു. പിന്നെ നമ്മൾ എടുത്തത് ഒരു സവാള ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, സ്ക്വയർ. പിന്നെ അതിൻ്റെ അരപ്പെന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള തേങ്ങ. ഇത്രയും തേങ്ങ ഇടത്തത് നല്ലതൊക്കെയാണ്. ഞാനൊരു 5 സ്പൂൺ തേങ്ങ എടുത്തു. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തു, ജീരകം, പിന്നെ 2 അല്ലി വെളുത്തുള്ളി, പച്ചമുളക്. നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ അല്ലേ. അപ്പോൾ ഇത് നമുക്കൊന്ന് ചതയ്ക്കണം. പിന്നെ നമുക്ക് കടുക് പൊട്ടിക്കാണ് ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് സംഗതികൾ. അപ്പോൾ ഞാനൊന്ന് ചതച്ചിട്ട് തരട്ടെ. ഓക്കെ ഐഡിയേഴ്സ്. അപ്പോൾ നമ്മളൊരു കടായി എടുത്തു, ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, പിന്നെ നമ്മുടെ വറ്റൽമുളക് ഇട്ടു. ഓക്കെ, ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മുടെ സവാള അരിഞ്ഞു വെച്ചത് ഇടാം കേട്ടോ. അപ്പം ഈ ഏത്തയ്ക്കയുടെ മെഴുക്ക് വരട്ടി നല്ല ടേസ്റ്റാണ്, നിങ്ങളതൊന്ന് പോയി കാണണേ. അതുപോലെ വൻപയറും ചെറുപയറും ഒക്കെ ഇട്ട് തോരൻ വെക്കാം. ഇത് നമുക്ക് പ്ലെയിൻ എടുത്ത് നാടൻ ഏത്തയ്ക്ക ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സവാള ഇത് ഇവിടെ ഇടുക. ഒന്ന് ഇളക്കാം. ഇതൊന്ന് വാടി വരണേ. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഇതുവരെ. നമുക്ക് ഉപ്പ് ചേർക്കാം. ഞാൻ അരപ്പൊക്കെ ഇങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വാടിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പുനീരാണ് ഇത്, അങ്ങനെ വെള്ളം പോലെ കിടക്കണം. അത് ഞാൻ ഒഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് ഒരു വിധമൊക്കെ വാടി. ഇനി നമുക്ക് എന്തെങ്കിലും അറിയും, നമ്മുടെ ഈ അരപ്പ് ഇടും. ഒത്തിരി അങ്ങ് അരയരുത്, ജസ്റ്റ് ചെറുതായിട്ട് പച്ചമുളകും. പണ്ടൊക്കെ അമ്മമാർ ഈ എന്താ പറയുന്നത്, മുളകൊക്കെ വെച്ച് ചതച്ച് നമ്മുടെ അരകല്ല് വെച്ച് ഇങ്ങനെ ചതച്ച് ഞാൻ ചതച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ല ഒരു ടേസ്റ്റാണ്. എന്നിട്ട് നമ്മൾ തേങ്ങയൊക്കെ എടുത്ത് ചതയ്ക്കുന്നത്. അതൊക്കെ ഒരു കാലം. അപ്പോൾ ഇത് നമ്മളൊരു വിധം ഒന്ന് വാടട്ടെ. അപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് ആവശ്യത്തിന്, അത് മറക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്താണെന്ന് അറിയോ, നമ്മുടെ ഏത്തയ്ക്ക ഇടണം. അപ്പോൾ നമ്മുടെ ഏത്തയ്ക്ക ഇട്ടു. ഇത് നമ്മുടെ ഈ അരപ്പുമായിട്ടതൊന്ന് മിങ്കിൾ ചെയ്യാൻ വേണ്ടി ഇതൊന്ന് കുഴച്ച് എടുക്കും. ഓക്കെ, കണ്ടോ, നല്ലതുപോലെ പിടിക്കട്ടെ. നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇതെല്ലാം ലാസ്റ്റ് വെന്ത് കഴിഞ്ഞ് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഈ മിക്സി ചതച്ച് എടുത്ത മിക്സിയില്ലേ, അതിനകത്ത് കുറച്ച് ഒരു അരപ്പ് വെള്ളം ഇതിനകത്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമ്മുടെ അരപ്പെല്ലാം നല്ലതുപോലെ ഒന്ന് പിടിച്ച് ഇങ്ങനെ പൊത്തി വെച്ചിട്ട് നമുക്ക് ആ മിക്സി ഒന്ന് കഴുകിയെടുക്കാം. ഓക്കെ, ഞാനിങ്ങനെ അരപ്പ് വെച്ചിങ്ങനെ ഒരു 2-3 മിനിറ്റ് പൊത്തി വെച്ചായിരുന്നു കേട്ടോ. അതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അടിക്ക് പിടിക്കുമോ നോക്കണം. അടിക്ക് നമ്മൾ പാലായതുകൊണ്ട്, കടായി ആയതുകൊണ്ട് അടിക്കൊന്നും പിടിച്ചില്ല. എന്നിട്ട് നമുക്ക് ഈ സൈഡിൽ കൂടെ ഈ വെള്ളം അങ്ങ് ഒഴിച്ചേക്കാം. ഇത്തിരി വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട കേട്ടോ. ഇത് നമ്മൾ പൊത്തി വെച്ചേക്കുമല്ലേ. ഇനി ഇത് ചെറിയ തീയിലിരുന്ന് വേവട്ടെ. ഓക്കെ ഹൈ ഡിയേഴ്സ്. അപ്പോൾ നമ്മളെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് ഇളക്കി നോക്കാം. അടിക്ക് പിടിച്ചിട്ടുണ്ടോയെന്ന്. അടിക്ക് പിടിച്ചിട്ടില്ല കേട്ടോ. കറക്റ്റ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചത്. അപ്പോൾ ഇതൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇടാം. ഓക്കെ, ഇത് ആവി ഇനി എന്തോ
കുത്തി ഇങ്ങനെ വെച്ചാൽ ഓക്കെ. ഒരു കുഴയത്തിൽ. ഹൈ ഡിയേഴ്സ്, അപ്പം നമ്മുടെ ഏത്തയ്ക്ക തോരൻ ഇതാ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അടുപ്പിൽ നിന്ന് വാങ്ങി പുറത്തേക്ക് വെച്ചു. നോക്ക്, ഒട്ടും അടിക്ക് പിടിച്ചിട്ടില്ല കണ്ടോ. നമ്മൾ ആ കുറച്ച് ക്വാണ്ടിറ്റി വെള്ളമല്ലേ ആഡ് ചെയ്തുള്ളൂ, അത്രയും ആഡ് ചെയ്യുക. ഒത്തിരി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഏത്തക്കയുടെ ടേസ്റ്റും പോവും, വെന്തങ്ങാളി. ഇത് നമുക്ക് ഓരോന്നോരോന്ന് പറക്കി കൂട്ടാം കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആദ്യം തീ കുറച്ചിട്ടാൽ മതി. ഒന്ന് തിളച്ചിട്ട് ഒന്ന് ആവി വരുമ്പോഴേ തീ കുറച്ചിടുക, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കുക, അടച്ചിടുക, ഇടയ്ക്കൊന്ന് ഇളക്കിയാൽ മതി. അപ്പം നമ്മുടെ നാടൻ ഏത്തയ്ക്ക് നല്ല ടേസ്റ്റ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നാടൻ ഏത്തയ്ക്ക് നല്ല ടേസ്റ്റാണ്. രാസവളമൊക്കെ ഇടുന്നത്, അതുകൊണ്ട് ജൈവവളം. അപ്പോൾ ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. പിന്നെ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇത്രത്തോളം ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചതിന് വളരെ നന്ദി. അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, വാച്ച് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.